അതെ അമ്മേ, ഞാൻ ഞായറാഴ്ച വരും. അന്ന് നിങ്ങളുടെ NGO പരിപാടി ഇല്ലല്ലോ? ഇല്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. അന്ന് എനിക്ക് ചീരക്കറിയും പഴംപൊരിയും മാത്രം മതി. ശരി. ഇപ്പൊ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അതെ അമ്മേ, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാ പറയാതിരിക്കണ്ട, തീർച്ചയായും പറയണം. ഉടനെ ഞാൻ വന്നേക്കാം. പിന്നെ പറ, നീ വീണ്ടും അത് കണ്ടോ? ആ കാര്യം പിന്നെ ഉണ്ടായിട്ടില്ല. അമ്മ എപ്പോഴും ഇങ്ങനെ സംസാരിക്കരുത്. ശരിയമ്മേ, എനിക്ക് പോവാൻ സമയമായി. ഞാൻ വെക്കുവാണേ. ബായ്. Good morning, doctor. ഗുഡ് മോർണിംഗ്. Please Good call. morning. Please Morning. confirm the appointment, please. No missing of this time, please. I will ഗുഡ് do it, sir. മോർണിംഗ്. Good morning. So, how are you doing today? നെവർ ബെറ്റർ. Really? സത്യമായിട്ടും. Very good. അപ്പോ വേഗം വരണമായിരുന്നല്ലോ. It's already late. Your Yeah. patients up there. ശ്വേത, 201ന്റെ MRI റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യ്. ഞാനും കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം. എനിക്ക് നന്നായിട്ട് ആഹാരമൊക്കെ കഴിക്കണം. എന്നിട്ട് TV നോക്കി എനിക്ക് ഉറങ്ങണം. നിങ്ങളുടെ ഉറക്കം എങ്ങനെയാ? എപ്പോഴും പോലെ സ്ലീപ്പിംഗ് പിൽസ് ഇല്ലാതെ എനിക്ക് ഉറക്കം വരില്ല. ചില സമയത്തൊക്കെ ഈ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചാലും എനിക്ക് ഉറക്കം വരില്ല. ആ ശബ്ദങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാറുണ്ടോ? നോട്ട് ക്ലിയർ, മങ്ങൽ പോലെ. പക്ഷെ ചില സമയത്ത് ഞാൻ കേൾക്കുന്നുണ്ട്. അവരെപ്പോഴും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോങ് ടേംസിൻ്റെ കാര്യം, മാർക്കറ്റ് ക്രാഷ്, ടാർഗറ്റ്, അങ്ങനെ പല കാര്യങ്ങളും. യു നോ ദാറ്റ് റൈറ്റ്? ആ, എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ക്യാരി ഓൺ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അത് പിന്നെ ഞാൻ ഒന്നിച്ച് ചേർത്ത് വെച്ച് കൊടുത്ത പ്രോബ്ലം ആവോ? മിസ്റ്റർ റോയ്, നിങ്ങളുടെ പ്രോബ്ലം ഇപ്പോൾ Catch-22 സിറ്റുവേഷനിലാണ്. നിങ്ങളുടെ ജോലി കാരണമാണ് നിങ്ങൾക്കിപ്പോൾ ഒട്ടും റെസ്റ്റ് ഇല്ലാത്തത്. ഉറക്കമില്ലാത്ത കാരണമാണ് നിങ്ങൾക്ക് ജോലി ശരിക്കും ചെയ്യാനും പറ്റാത്തത്. ഇറ്റ്സ് എ നെവർ എൻഡിങ് ലൂപ്പ്. ആൻഡ് ഓൺലി സൊല്യൂഷൻ ഐ സീ ഈസ് വെക്കേഷൻ. ജോലിയുടെ കാര്യം പറയാൻ നിൽക്കരുത്. ഞാൻ നിങ്ങൾക്ക് മരുന്നെഴുതി തരാം. 7 ദിവസം ലീവ് എടുത്ത് പുറത്തൊക്കെ ഒന്ന് കറങ്ങിട്ട് വാ. അതുമാത്രമല്ലാതെ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കൂ. ഇതൊക്കെ ടൈമിന് ചെയ്യണം. ആൻഡ് പ്ലീസ് 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 കീപ് യുവർ മൊബൈൽ സ്വിച്ച് ഓഫ്. ഓക്കെ? ഹായ് അനൂപ്. ഇന്ന് ലഞ്ചിന് വരുന്നോ? എവിടെ? നിനക്ക് എന്തു പറ്റി? പ്രഭ, ഡോക്ടർ, ഇനി നിങ്ങൾക്ക് എനിക്കിപ്പോൾ 2 പേഷ്യൻസ് ഉണ്ട്. അത് കഴിഞ്ഞു വരാം. ഓക്കെ. സെയിം പ്ലേസ്? കറക്റ്റ് ടൈമിനെത്താം. ഓക്കെ, ബൈ. സീ യു ദെൻ. ഹായ്. സോറി. എന്താ കഴിക്കാൻ വേണ്ടേ? അനൂപ്, ഞാൻ പറയാം. ഇത് വലിയ സീക്രട്ടാണ് പ്രഭ. ഒരുപാട് ഫയൽസ് ചെക്ക് ചെയ്ത ശേഷം നമ്മുടെ കമ്മീഷണറുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, അദ്ദേഹമാണ് ഈ കേസ് മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നത്. എനിക്ക് അയാളെ ഡൽഹിയിൽ വെച്ച് തന്നെ പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അയാളിപ്പോൾ എവിടെയാണ്? ഇൻ എ ഹൈലി കോൺഫിഡൻഷ്യൽ ആൻഡ് സെക്യൂർ മെൻ്റൽ ഫെസിലിറ്റി. എൻ്റെ അടുത്ത് അഡ്രസ്സ് ഉണ്ട്. നോർത്ത് ബംഗാളിലാണ്. അതായത് കോൺഫിഡൻഷ്യൽ ഹൈ സെക്യൂരിറ്റി സോണിലേക്ക് ഞാൻ എങ്ങനെയാ പോകും? അതും ഞാൻ ഒറ്റയ്ക്ക്? എല്ലാം പൂർത്തിയായിരിക്കുകയാണ്. നമ്മുടെ ഡോക്ടർ മാലിക് കേശവ് സാറിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അദ്ദേഹമാണ് ഫെസിലിറ്റി ഇൻചാർജ്. പിന്നെ കമ്മീഷണറും ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ്സൊക്കെ എടുത്തു കഴിഞ്ഞു. ആൻഡ് ഫ്ലൈറ്റും വണ്ടിയും എല്ലാം റെഡിയാണ്. എല്ലാം കറക്റ്റായിട്ട് നടന്നാൽ യു ആർ ഔട്ട് ഓഫ് ഹിയർ. നീ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോ. നീ സീരിയൽ കില്ലറിനെ കുറിച്ചാണ് റിസർച്ച് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നീ അവനെ കാണും. ആൻഡ് ഡോണ്ട് വറി, ഞാനും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരും. അനൂപ്, നീ ഇല്ലാതെ ഇതൊന്നും ശരിയാവില്ല കേട്ടോ. നീ എപ്പോഴും എന്നെ വിശ്വസിക്കാറുണ്ട്. താങ്ക്സ് അലോട്ട്. ബട്ട് ഐ നീഡ് ടു ഡു ദിസ് അലോൺ. പക്ഷെ പ്രഭ, ഞാൻ അങ്ങോട്ടേക്ക്. പക്ഷിയൊന്നും വേണ്ട. ഐ ബി ഓക്കെ.
ശരി, ഓക്കെ. ഗുഡ് മോർണിംഗ് അമിത് കുമാർ. Morning, sir. നിഷ പ്രീതി. Good morning, പിന്നെ doctor. എന്തൊക്കെയുണ്ട് വിശേഷം പ്രഭ? ഹലോ സർ. വി ആർ റിയലി പ്രൗഡ് ടു ഹാവ് യു ഓൺ ബോർഡ്. ഞാൻ ഡോക്ടർ പ്രബീസൻ ഗുപ്ത, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. നോക്കൂ, എനിക്കറിയാം നിങ്ങൾ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന്. ക്രിട്ടിക്കൽ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതായത് ഇന്നൊരു മീറ്റിംഗ് ഉണ്ടാവും ക്ലിനിക്കിൽ, പിന്നെ ഒരു ജനറൽ ബ്രീഫിംഗ് സെക്ഷൻ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് one by one you will all attend my session, take notes and we will analyze. Okay? ഓക്കെ ഡോക്ടർ. Okay, All sir. the best. ഓക്കെ സർ. അമ്മ വീട്ടിലില്ലായിരുന്നു. അവരെങ്ങോട്ടാ പോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനപ്പോൾ പഠിക്കുകയായിരുന്നു. പെട്ടെന്ന് അയാൾ അകത്ത് വന്നു. നിന്റെ അച്ഛനാണോ? എനിക്ക് ഇപ്പോഴും അയാൾ ചെയ്തത് ഓർമ്മയുണ്ട്. അയാൾ എന്നെ വന്ന് തൊട്ടു. He touched me. പിന്നെ അതിനുശേഷം എനിക്ക് വേദനയായിരുന്നു. എന്റെ ഇവിടെ എന്നിട്ടെന്തായി? എന്നിട്ട് വീണ്ടും പിന്നെയും ഒരു ദിവസം എനിക്ക് വല്ലാതെ. എന്തു പറ്റി പ്രഭേ? പ്രഭേ, സോ സോറി. നിങ്ങൾ ഇരിക്കും, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഇപ്പൊ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ബെറ്റർ. ഡു വൺ തിങ്, ടേക്ക് ദ ഡേ ഓഫ്. ഞാൻ ഡോക്ടർ ഗുപ്താനോട് പറയാം, നീ വീട്ടിൽ പോയി rest എടുത്തോ. ഇതെനിക്ക് ചെറുപ്പം മുതലേ ഉള്ളതാ സർ. ഡോണ്ട് വറി, ഐ ബി ഫൈൻ. Are you sure? യെസ്.
മാം, നിങ്ങളുടെ കോഫി. താങ്ക് യു. മിനി, മൈ ഏഞ്ചൽ. നല്ല കുട്ടിയല്ലേ? എങ്ങനെയാ കണ്ടുപിടിച്ചേ? മാജിക്. എങ്ങനെയുണ്ട്? ഫൈൻ. ഇത്രയും നാളായിട്ട് നീ ഇതിന് പേരിട്ടില്ലല്ലേ? ഞാൻ എപ്പോഴും വിചാരിക്കും, പക്ഷെ മറന്നു പോയി. പ്രാമിസ്, നാളെ തീർച്ചയായും ഇടാം. ഓക്കേ. നിങ്ങൾക്ക് സുഖമല്ലേ ഡോക്ടർ? സുഖായിരിക്കുന്നു. ഡോക്ടർ എന്തു പറഞ്ഞു? ഇപ്പം ആദ്യം ട്രീറ്റ്മെന്റ് ചെയ്യാവുന്ന പറഞ്ഞത്, അതിനുശേഷം ഓപ്പറേഷൻ ചെയ്യാവുന്ന പറഞ്ഞിരിക്കും. 3 മാസം കഴിയുമത്രേ. അത് കഴിഞ്ഞ അസുഖം കംപ്ലീറ്റ് ഭേദമാകും. പേടിക്കാനൊന്നുമില്ലെന്നാ പറഞ്ഞത്. ഡോണ്ട് വറി. ഓക്കേ. നിങ്ങളുടെ ഇന്റേൺഷിപ്പ് തുടങ്ങിയോ? അതെ, ലാസ്റ്റ് വീക്ക് ആയിരുന്നു. ഓ, അതൊക്കെ കഴിയുമ്പോ ശരിക്കും ഡോക്ടർ പ്രഭയാകും. അല്ല, അങ്ങനെയാവാൻ കുറച്ചുകൂടി സമയമുണ്ട്. ശരി, നമുക്ക് വീണ്ടും കാണാം. വാ മോളെ. ബൈ ബൈ ഏഞ്ചൽ. ബൈ ബൈ. ബൈ. ഹായ്, നീ എപ്പോഴാ വന്നേ? വാ, നമുക്ക് പോവാം. അമ്മേ, എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരണേ. അതിലൊക്കെ വേണം കേട്ടോ. കുറച്ച് ഷോക്കിലാണ്. വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആന്റി ഡിപ്രസന്റ് കൊടുത്തിട്ടുണ്ട്. സിസ്റ്റർ, ഇവരുടെ മെഡിക്കൽ ചാർട്ട് കൊണ്ടുപോവാ. എവിടെ? ബൈ ദ വേ, മിസ്സസ് ബാനർജി, നിങ്ങളൊന്ന് പുറത്തിരിക്കൂ. പോലീസ് അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നോ, നത്തിങ് ടു വറി. റുട്ടീൻ ഇൻവെസ്റ്റിഗേഷൻ. ഓ, ആ, ഞാനിനി കുറച്ചു ദിവസം നിന്റെ കൂടെ തന്നെ നിൽക്കാം. നിന്നെ ഇനി ഞാൻ ഒറ്റയ്ക്ക് വിടില്ല. പക്ഷെ അമ്മേ, പ്രഭ, അവർ ശരിയാണ് പറയുന്നത്. കുറച്ച് ദിവസം കൂടി ഇവിടെ കഴിയട്ടെ. ഹലോ ഇൻസ്പെക്ടർ, മിസ് ബാനർജി. ഹലോ മിസ് പ്രഭ, ഞാൻ ഇൻസ്പെക്ടർ അനൂപാണ്, ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ്. അതായത് ആ ബൈക്കിന് നമ്പർ തന്നതിന് നന്ദി. വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. ആൻഡ് ഈ അവസ്ഥയിൽ നിങ്ങളെ ശല്യം ചെയ്തതിന് സോറി. വി ഹാവ് ടു മൂവ് ഫാസ്റ്റ്. നിങ്ങളെപ്പോലെ ഞങ്ങളുടെ കയ്യിലൊരു സ്ട്രോങ് ആയ വിറ്റ്നസ് ഇല്ല. ആ ബ്ലാസ്റ്റിൽ ഒരുപാട് പേര് മരിച്ചുപോയി. കഫേയിലുണ്ടായിരുന്ന ആളുകൾ മുഴുവനും. അതെ, നിങ്ങൾ ആ ബാച്ചിൽ നിന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാ. ലക്കി? അപ്പൊ അവരെക്കാളും എന്റെ ജീവൻ രക്ഷപ്പെട്ടതുകൊണ്ടാണോ? ഐ എം സോറി, ഐ ഡിഡ്ന്റ് മീൻ ടു സേ ദാറ്റ്. അതായത് കുറ്റവാളിയെ കാണിച്ച താങ്കൾക്കാണ് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. ഇവരൊന്നും ജോലിയില്ലാത്ത ആൾക്കാരാ. കുറച്ച് ലേറ്റായി ഇവർ സിറ്റി തന്നെ വിട്ട് ഓടിപ്പോകുന്ന ആൾക്കാരാ. വി നീഡ് ടു ഗെറ്റ് ദം. ഇൻസ്പെക്ടർ, ഷീ ഈസ് നോട്ട് റിയലി ഇൻ എ സ്റ്റേറ്റ് ടു ടോക്ക് നൗ. അവരെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരാം. ഷുവർ, ഞാൻ നിങ്ങളെ കാണാൻ വരും. ഞാനിപ്പോൾ കുറച്ച് തിരക്കില്ല. താങ്ക് യു ഡോക്ടർ. ഗുഡ് ഡേ. ഗുഡ് ഡേ. അയാളുടെ മൂക്ക് ശരിക്കും നീണ്ട മൂക്ക. അതായത് കുറച്ച്. മുഖം ചെറുതും താടിയുണ്ട്. കുറേ ഉണ്ടോ? അതെ, കുറച്ച്. അയാളെ കാണാൻ വണ്ണമുണ്ടോ അതോ മെലിഞ്ഞിട്ടാണോ? അതെനിക്കത്ര പിടുത്തമില്ല. മുഖത്തെന്തെങ്കിലും പാടുകളോ സ്ക്രാച്ചോ ഉണ്ടോ? അതെനിക്കറിയില്ല. പിന്നെ അയാളുടെ ചെവി ശ്രദ്ധിച്ചായിരുന്നോ? മുടി അധികം ചുരുണ്ടതല്ല, നീണ്ടതാ. പിന്നെ അയാളുടെ മുടി നീളമുണ്ടായിരുന്നോ ചെറുതായിരുന്നോ? ചുരുണ്ടതാണോ സ്ട്രെയിറ്റ് ആണോ?
നീളമുള്ളതും സ്ട്രെയിറ്റുവാ. താങ്ക് യു. ഇത് നോക്കൂ മാം. അതെ, ഇത് തന്നെ. അല്ല, അയാളുടെ ഹൈറ്റ് എത്രയുണ്ടാവും ഏകദേശം? ആ, സാധാരണ ഹൈറ്റേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇത് കോപ്പി എടുത്ത് എല്ലാ സ്റ്റേഷനിലേക്കും അയക്കേ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. യെസ് സർ. സാറേ, അയാൾക്ക് രജിസ്ട്രേഷൻ നമ്പർ ഇല്ല സാറേ. എനിക്കും അത് തോന്നിയിരുന്നു. അവന് കോളനി കാണാൻ പറ്റും. ചായക്കടയുടെ അടുത്തുണ്ടാവും. നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ. ഋത്തിക്ക് എൻ്റെ കൂടെ വരൂ. വരൂ സർ. ഈ സ്കെച്ചില്ലാതെ നമ്മുടെ അടുത്ത് ഒരു തെളിവുമില്ലേ? ഇല്ല സർ. പിന്നെ ഒരു ഗ്രൂപ്പ് ഉത്തരവാദിത്വം ഏറ്റിട്ടില്ല. പിന്നെ സ്കെച്ച് ചെയ്യേണ്ട ആള് അത്രയ്ക്ക് പോരാ. സാറെന്ത് വിചാരിക്കുന്നത്? അയാളെ കൊണ്ട് നമുക്ക് ഉപകാരമാവോ? ഋത്തിക്, എപ്പോഴും നീ നെഗറ്റീവായിട്ടാണോ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്? അഫ്സൽ ബായ്. ഓ, നമസ്കാരം സാർ. നമസ്കാരം. എടോ, ഒരാണ്ട് ചായ എടുക്കട്ടാ. ഇരിക്കും സാർ, ഇരിക്കും സാർ. വേണ്ട. ഇയാളറിയോ? ഇത് നോക്കിയിട്ട് പറയാൻ വലിയ ബുദ്ധിമുട്ടാ സാറേ. സമയം ഒരുപാട് എടുത്തോ? നല്ലോണം നോക്കി പറ. കുറച്ചൊക്കെ ആൾക്കാരുണ്ട്, പക്ഷേ ആ പേരെല്ലാം എഴുതിയെടുക്ക. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഒരു കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടില്ലല്ലോ? ഐ നോ ദിസ് ഇസ് വെരി ചീസി സ്റ്റേറ്റ്മെന്റ്, ബട്ട് അതായത് ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് ആശുപത്രിയിൽ വെച്ച് കണ്ടപ്പോൾ അതിനു മുമ്പായി നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഡോക്ടർ പ്രഭ, ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയല്ല. കുറേ പേരെ ഇങ്ങനെ കാണുകയല്ലേ, സസ്പെക്ട്സ്. ഇനി നിങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ വെച്ചാണ് കേസ് മുന്നോട്ട് പോകുന്നത്. വന്നോളൂ. ഓൾ ഓക്കെ? Yes, യെസ് sir. സാർ. ഡോണ്ട് വറി, നമ്മളെ അവർക്ക് കാണാൻ പറ്റില്ല. ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എനിക്കൊരു സിഗ്നൽ തന്നാൽ മതി. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഒരു ധൃതിയുമില്ല പ്രഭ, ആവശ്യത്തിന് സമയമെടുത്തോളൂ. അഞ്ചാമത്തെ ആള്.
താങ്ക്സ്. പ്രഭ, can we meet again? I mean, just for coffee, that's it. സോറി ഇൻസ്പെക്ടർ, ഐ ആം റിയലി I ബിസി. just want to know you better. That's it. I mean, just friends, you know. നിങ്ങൾ വീണ്ടും ഒരു ചീസി സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് കുറച്ച് ആലോചിക്കണമായിരുന്നു. സീരിയസ്ലി, അതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട. ജസ്റ്റ് ഫോർ എ കോഫി. ഓക്കെ, ബൈ. ബൈ. നോ മോർ വയലൻസ്. ഇത് പിടിച്ചോ, ഇവനെ നമ്മുടെ വഴിക്ക് കൊണ്ടുപോകാം. യെസ് സാർ. ലക്കി ഫോർ മീ. ഫിസിക്കൽ പെയിൻ വർക്കാവില്ല, മെന്റൽ പെയിൻ ഇത് ശരിക്കും വർക്കാവും. പ്ലേ. അവൻ പക്ഷിയെ പോലെ പറക്കുന്നുണ്ടോ? അതെ അമ്മേ, എനിക്കൊരു കുഴപ്പമില്ല. കറക്റ്റ് ടൈമിനാ കഴിക്കുന്നത്. ഇല്ല, ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുക. അമ്മേ, ഞാൻ ഫോൺ വെക്കുകയാണേ. ഹായ്, ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ലല്ലോ അല്ലേ? ഇല്ല. ഈ വഴിയിലൂടെ പോയപ്പോൾ ഒന്ന് കയറി കാണാന്ന് വെച്ചു. ടി വി എവിടെയുള്ളേ? ഞാൻ ടി വി കാണാറില്ല. ഓ, ഓക്കെ. ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് സം വൈൻ ഇൻസ്റ്റെഡ് ഓഫ് കോഫി. ഇതെന്ത് സന്തോഷത്തിനാ? ഓ, പറയാം. പ്രഭ, ഹി ഹാസ് കൺഫെസ്ഡ്. അവൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സ്, ഏരിയ ഓഫ് പോപ്പുലേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. നീ ഇല്ലാതെ ഒരിക്കലും സാധിക്കില്ലായിരുന്നു ഇത്. ഐ എം റിയലി സോറി. നീ എന്ന് പറഞ്ഞത് ക്ഷമിക്കണേ. നോ, ദാറ്റ്സ് ഓക്കെ. കൺഗ്രാറ്റ്സ്. ആൻഡ് യു നോ വാട്ട്, നോട്ട് ഓൺലി ദാറ്റ്, നിനക്ക് ഓർമ്മയില്ലേ 3 വർഷം മുമ്പ് ഇൻഡോറിലൊരു പ്രൈമറി സ്കൂളിൽ ബോംബ് ബ്ലാസ്റ്റ് ആയത്? അതിൻ്റെ ഉത്തരവാദിത്വം ഇവർ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇവർ ശരിക്കും പറഞ്ഞാൽ കുറേ പേരെ കൊന്നിട്ടുണ്ട്. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. 53 കുട്ടികളെയാണ് അവർ ബോംബ് ബ്ലാസ്റ്റിൽ കൊന്നുകളഞ്ഞത്. ഒരു കുട്ടിയെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധമായിരുന്നു. പ്രഭ, എന്തു പറ്റി? നിനക്ക് ഇത്രയും വർഷക്കാലമായിട്ട് ഈ പ്രോബ്ലം ഉണ്ട്, എന്നിട്ടെന്താ നീ ഇതൊന്നും ഡോക്ടറോട് പറയാതിരുന്നത്? അത് വിട്ടേക്ക്. എനിവേ, നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? ഞാൻ പോയി നമുക്ക് രണ്ടുപേർക്കും ഭക്ഷണം ഉണ്ടാക്കാം. ഏയ് വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാം. ഞാൻ വിചാരിക്കുന്നു പൂർപാട ചെറുപ്പത്തിലെ ഉള്ള കൈപ്പാഴ ഏതോ വിചാരം അവളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. അവൾക്കത് ഓർമ്മയില്ല, ഓർക്കാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ കണ്ട വേദന,
സിംറ്റമാണ്. സോ ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാ ഡോക്ടർ? ട്രീറ്റ്മെന്റ് പോസിബിൾ ആണ്, പക്ഷെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ അവൾ സ്വയം ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. അതുകൊണ്ട് അവൾ സമ്മതിക്കില്ല. യു നോ, ഡോക്ടേഴ്സ് ആർ ദർ വേഴ്സ്റ്റ് പേഷ്യന്റ്. എന്നോട് ചോദിക്കൂ. ചിലപ്പോ അവളെ നമുക്ക് കൊണ്ടുപോയാലോ? എൻ്റെ ഒരു കൂട്ടുകാരനാണ്, അവനൊരു ഹിപ്നോതെറപ്പിസ്റ്റാണ്. ചിലപ്പോൾ അവൻ നമ്മളെ സഹായിക്കും. ഡോക്ടർ മാലിക്, ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് അവളെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ ഡോക്ടർ? എന്തെങ്കിലുമൊക്കെ വയലൻസ് കേട്ടാലോ കണ്ടാലോ ഷീ ഗോസ് ബ്രെത്ത്ലെസ്. ഷോക്ക് ചെയ്യാൻ തുടങ്ങും. ന്യൂസ് പേപ്പർ വായിക്കാറില്ല, TV കാണാറില്ല. ഈ കേസ് ഭയങ്കര ക്രിട്ടിക്കലാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാതെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അതായത് ഓവർ സ്ട്രെസ് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ചൈൽഡ്ഹുഡ് ട്രോമ, എന്തായാലും എനിത്തിങ്. എക്സാക്ട്ലി. ഷീ നീഡ്സ് യുവർ ഹെൽപ്പ്. ഡോക്ടർ, ഈ ഹിപ്നോസിസ് തെറാപ്പി ചെയ്ത വേദനിക്കുന്ന ഓർമ്മകളൊക്കെ തിരിച്ചു വരുമോ? ചിലപ്പോൾ വേദന കുറവുണ്ടാവും, പക്ഷെ മെമ്മറി കിട്ടില്ല. ആദ്യം നിങ്ങൾ ചായ കുടി. താങ്ക് യു. പ്രഭ നിങ്ങളുടെ ആരാണ്? ജസ്റ്റ് ഫ്രണ്ട്. അല്ല സർ, ഈ ഹിപ്നോസിസ് തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും വേദനയോ സൈഡ് എഫക്ട്സോ എന്തെങ്കിലും ഉണ്ടാവും? ഒരു ഗുഡ് ഫ്രണ്ട് അല്ലേ? ഇല്ല, ഹിപ്നോതെറാപ്പി ആക്ച്വലി ഹെൽപ്പ് റിലാക്സ് എവറി ടിഷ്യൂ ഓഫ് യുവർ ബോഡി ആൻഡ് മൈൻഡ്. അതായത് ചില വേദനകൾ ആഴത്തിൽ ഒളിഞ്ഞിരിക്കും. അത് ചിലപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള സമയത്ത് സ്വഭാവങ്ങൾക്ക് പല വ്യത്യാസങ്ങളുണ്ടാകും. മെൻ്റൽ പെയിൻ മാത്രമായിരിക്കില്ല, അതായത് ഫിസിക്കൽ പെയിനിനെ കൂടി ബാധിക്കാറുണ്ട്. ആസ് എ സ്ട്രെസ് ബ്ലാസ്റ്റർ ഈവൻ ഫോർ ചൈൽഡ് ബർത്ത്. അപ്പം അതിൻ്റെ അർത്ഥം ദർ ഇസ് ഹോപ്പ്, റൈറ്റ്? ഹോപ്പ്, യെസ്, ഓൾവേസ്. പക്ഷേ ഞാൻ ചില അസിംഷനിൽ വിശ്വസിക്കാറില്ല. അല്ല, ഇങ്ങോട്ട് നോക്കൂ. ഐ ആം ഷുവർ യു വിൽ അഗ്രി വിത്ത് മീ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ശരിക്കും പ്രഭ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മളുടെ ജോലി എളുപ്പമാകൂ. എന്നാൽ ഞാനൊന്ന് പ്രഭയുമായി സംസാരിച്ച് നോക്കട്ടെ. അവളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ അത്യാവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് തെറാപ്പി ചെയ്താൽ മതി. സോറി സാർ, എന്നെ കൊണ്ട് പോകാൻ പറ്റില്ല. എന്തിനാ പ്രഭ? ഡോക്ടർ മലിക്കിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അയാൾ സമ്മതിച്ചത്. സാർ, എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നത് അറിയാം. ഇതെന്റെ പേഴ്സണൽ പ്രോബ്ലമാണ്, ഞാൻ നോക്കിക്കോളാം. പ്ലീസ് ഡോണ്ട് മൈൻഡ് സാർ. ഓ മാഡം, ഇത് വീടാണെന്നാണോ വിചാരം? നിങ്ങൾക്ക് നോക്കിയും കണ്ട് ക്രോസ് ചെയ്തൂടെ? വേറെ പണിയില്ല, എന്റെ കാര്യം കിട്ടിയോളോ. ഹായ് അനൂപ്. എന്താ ഇപ്പോഴോ? എവിടെയാ? അനൂപ്,
അനൂപ്, എന്താ ഇതൊക്കെ? സ്വീപ്പർ, ഡെക്കറേറ്റർ, ഷെഫ് അറ്റ് യുവർ സർവീസ്. ഇനിയിപ്പോൾ നിനക്കെന്നെ വിഷയം. വാട്ട്? ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേ ആണോ? ഹൈ അല്ലെന്നേ, ഞാൻ കുറേ ദിവസമായിട്ട് കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലത്തിലായിരുന്നു. ഇപ്പോൾ അത് അവസാനം സോൾവ് ആയി. ഓഫ് കോഴ്സ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി? ഇറ്റ്സ് ദ ഹാപ്പിയസ്റ്റ്. ഐ എം സെലിബ്രേറ്റിംഗ് ഇറ്റ് വിത്ത് യു. ഇപ്പോൾ നമുക്ക് കുറച്ച് ഷാമ്പൈൻ എടുത്ത് സെലിബ്രേറ്റ് ചെയ്യാം. ടരം ടരം ടരരതം തരം ടരം ടരം ടരരതം തരം ടരം ടരം ടരരതം തരം ടരം ടരം അനൂപ്, പ്ലീസ് സ്റ്റോപ്പ് വേസ്റ്റിംഗ് യുവർ ടൈം. പ്രഭ, ഞാനിപ്പോൾ ഒരു റിലേഷൻഷിപ്പിന് റെഡിയല്ല. നീ ഒന്നും ഒളിക്കേണ്ട പ്രഭ. നീ എന്നെയല്ല അന്വേഷിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പ്രഭ. കോൺസ്റ്റന്റ്ലി സെർച്ചിങ്. എനിക്കത് സ്വയം അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ മാത്രമാണ് കാണുന്നത്. പരിചയമുള്ള പോലത്തെ കണ്ണുകൾ. ജസ്റ്റ് 2 eyes. എന്നെ ഫോളോ ചെയ്യാണ്. എനിക്കറിയില്ല. See, I have to leave now. ഞങ്ങൾ ഡോക്ടർ സെൻഗുപ്തയെ കാണാൻ പോയിരുന്നു പ്രഭ. What? പിന്നെ ഞങ്ങൾ ഡോക്ടർ മാലിക്കിനെയും കണ്ടു. അദ്ദേഹം കുറെ പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പ്രഭ. എനിക്ക് ആരുടെ ഹെൽപ്പ് ആവശ്യമില്ല. അപ്പോ നിങ്ങൾ എല്ലാരും കൂടി പ്ലാൻ ചെയ്ത സെറ്റപ്പാ? നിങ്ങളുടെ വിചാരം എനിക്ക് ശരിക്കും വട്ടാണെന്നാണോ? വെൽ, മേ ബി ഐ ആം, ബട്ട് ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് മൈ സെൽഫ്. താങ്ക് യു വെരി മച്ച്. പ്രഭ, ഞാൻ മെച്ചുവേർഡ് ആയ ഒരു ഡോക്ടറല്ല. നിന്റെ പ്രശ്നം നിനക്ക് അറിഞ്ഞൂടെ? നീ നിന്നെ തന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്ന ജീവിതത്തിൽ അത് പരിഹരിക്കാൻ പറ്റാത്ത പ്രോബ്ലം ആയി തീരും പ്രഭ. നീ മനസ്സിലാക്ക്. എനിക്കറിയാം ഇത് പറയാൻ നിസ്സാരമാണ്, പക്ഷേ നീ ഇതിന് ഒരു തവണ ശ്രമിക്കുകയാണെങ്കിൽ, ജസ്റ്റ് വൺസ് ഞങ്ങൾക്കൊരു ചാൻസ് താ. ബിക്കോസ് ഐ തിങ്ക് ഐ ലവ് യു. നിന്നെ ഇങ്ങനെ കാണാൻ എനിക്ക് പറ്റുന്നില്ല പ്രഭ. പ്ലീസ് പ്ലീസ്. ഞാൻ ഡോക്ടർ കേശവ്. പ്ലീസ് കം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ഫെസിലിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് അൺസ്റ്റേബിൾ ക്രിമിനൽസിന് വേണ്ടിയാണ്. അവർ ഡേഞ്ചറുമാണ്, ഇൻ്റലിജൻറ്റുമാണ്. അതുകൊണ്ടാണ് ഇത്രയധികം സെക്യൂരിറ്റി. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടെന്ന്. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. അല്ല, നിങ്ങൾ സീരിയൽ കില്ലർമാരെ കുറിച്ച് ഗവേഷണം നടത്തുകയാണല്ലേ? ഞങ്ങളുടെ രോഗികളിൽ ഒരാളെ അഭിമുഖം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ? എന്താ, ശരിയാണോ? ഓക്കെ, വരൂ. അതായത് ഇവിടെ ഇപ്പോൾ ലഞ്ച് ബ്രേക്കാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും.
ആദ്യം പ്രധാനമായി ഈ ഫോം കണ്ടോ, ഇതൊന്ന് ഫില്ല് ചെയ്യൂ. ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്ന ആളുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും എനിക്ക് ആവശ്യമുണ്ട്. പ്രധാന ഫയൽ ഇപ്പോഴും ഇവിടെ ഉണ്ട്, പക്ഷേ ചികിത്സയുടെ വിശദാംശങ്ങളൊന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം അതിവിടെ രഹസ്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് കാപ്പി ചായ വല്ലതും വേണോ? നോ താങ്ക്സ്. ഒൻപത് 8 7 4 3. നീ നിന്റെ പഴയതിലേക്ക് തിരിച്ചെത്തി. ഇപ്പോ കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ചൊന്ന് ആലോചിക്കൂ. That's been haunting you. On the count of 3, you will be in that situation. 1, 2, 3. ഇപ്പോ നീ എവിടെയാണുള്ളത്? ക്ലാസ് റൂമിലാണ്. നിന്റെ ഏജ് എത്രയാണ്? 13. സമ്പൂർണ്ണ റായ് 78. സെക്കൻഡ് പൊസിഷനിൽ അനിരുദ്ധാണ് 84. ഇത്തവണ ഫസ്റ്റ് വന്നിരിക്കുന്നത് പ്രഭ ബാനർജിയാണ്. പ്രഭ, നിനക്ക് കിട്ടിയിരിക്കുന്നത് 89. പ്രഭേ, നിനക്ക് എന്ത് പറ്റി? എനിക്ക് വേറൊന്നും കാണുന്നില്ല. പ്രഭേ, കാം ഡൗൺ, കാം യുവർ സെൽഫ്. ഇനി ഞാൻ 3 എണ്ണുമ്പോഴേക്ക് യു വിൽ കം ബാക്ക് ടു പ്രസന്റ്. നീ ആഴത്തിലുള്ള ഉറക്കത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. 1, 2, 3. Slowly open your eyes, Prabha. ഇന്ന് എത്രയൊക്കെ മതി. അടുത്ത സെഷനിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. യു ആർ ഡൂയിങ് ഗുഡ്, പ്രഭ. സബ്യസാച്ചി പാൽ ജനിച്ചത് 1956. അന്നത്തെ ഏറ്റവും വലിയ വ്യവസായിയായ കൃഷ്ണകാന്ത് പാലിന്റെ മകൻ. പിന്നെ ഹി വാസ് എ ബ്രില്യൻ സ്റ്റുഡൻറ്, എല്ലാത്തിലും മുൻപന്തിയിൽ. വിവാഹിതനല്ല. ഇവന് ബന്ധുക്കളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവൻ ആദ്യത്തെ കൊല ചെയ്തത് അവൻ്റെ 18ാമത്തെ വയസ്സിലാണ്. അങ്ങനെ ഓരോ കൊലയും ചെയ്യാൻ തുടങ്ങി. പിന്നെ 1986 അറസ്റ്റ് ചെയ്തു. പിന്നെ സംസ്ഥാന ജയിലിൽ അവൻ 8 കൊല്ലം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കോടതി അവനെ ജീവപര്യന്തത്തിന് ശിക്ഷിച്ചത്. പിന്നെ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അയാൾ കൊല ചെയ്യുമ്പോൾ അയാൾക്ക് യാതൊരു പാറ്റേണും ഇല്ല. എന്താ ശരിയല്ലേ? കറക്റ്റ്. വെരി സ്ട്രേഞ്ച്. കുറേ റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ ഓരോ സീരിയൽ കില്ലറിനും ഓരോ പാറ്റേണാണ്. മെച്ചർ കില്ലിംഗ്, വിക്ടിം പ്രൊഫൈൽ, ഡേറ്റ്സ്. സബ്യാസാച്ചി പല രീതിയിലാണ് കൊന്നിരിക്കുന്നത്. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ജാതിമത ഭേദമൊന്നുമില്ല. അതായത് അവൻ കൊല നടത്തുന്ന രീതി പലപ്പോഴും വ്യത്യസ്തമായിരുന്നു. മനസ്സിലായോ? അയാള് ഈ കൊലകളൊക്കെ എന്തിനാ ചെയ്തതെന്ന് നമുക്കറിയാൻ പറ്റില്ല അല്ലേ? ഇല്ല. ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ഫോട്ടോയും രഹസ്യങ്ങളും ഒക്കെ അറിയാൻ പറ്റുമല്ലോ. ആദ്യമേ നിങ്ങളോട് ഞാൻ പറഞ്ഞതാ, ഇത് അതീവ രഹസ്യമാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 20 വർഷത്തിലധികമായി. പുറത്തുള്ള ആരെയും ഇതുവരെ കാണിച്ചിട്ടില്ല. പിന്നെ വന്നത് അവന്റെ വക്കീല് മാത്രം. 1 വർഷത്തിന് മുകളിലായി. അയാൾ ഒരു 4-5 തവണ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളാണ്. എൻ്റെ ഫ്രണ്ട് മോളിക്ക് താങ്ക്സ് ഉണ്ട്. അയാൾ ആളെങ്ങനെയാ? അതായത് അയാളുടെ പെരുമാറ്റം, സംസാര രീതി? നല്ല പെരുമാറ്റമാണ്. എപ്പോൾ നോക്കിയാലും ബുക്കിൻ്റെ ലോകത്താണ് അയാളുള്ളത്. ഞങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ വളരെ കൃത്യമായി പാലിക്കുന്നു. ഒരു മോഡൽ ജയിൽ പുള്ളിയാണ്. പക്ഷേ
അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ക്രൂരമായ കൊലയാളിയുണ്ട്. നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. അവൻ ഒരുപാട് ആൾക്കാരെയാണ് കൊന്നിരിക്കുന്നത്. എനിക്കറിയാം. 89. നീ എവിടെയാണ് പ്രഭ? പാർക്കിലാണ്. നിന്റെ ഏജ് എത്രയാണ്? 4 വയസ്സ്. നീ എന്താണ് കാണുന്നത് പ്രഭ? ഞാനവിടെ കളിക്കുക. അച്ഛനും അമ്മയും എന്നെ പാർക്കിൽ കൊണ്ടുവന്നു. കുറച്ച് പിള്ളേർ ഫുട്ബോൾ കളിച്ച് കളിച്ച് ഓരോ വികൃതികൾ കാണിക്കുന്നു. എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നി. എനിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഞാൻ കുഴയുന്ന പോലെ. കാം ഡൗൺ. ദീർഘശ്വാസം വലിക്കൂ. പ്രഭ, നിന്റെ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകണം. ഇപ്പോൾ 3 എണ്ണം. 1 2 3. ഇപ്പൊ നീ എവിടെയാണ്? ഡോക്ടർ ബാനർജി, നിങ്ങളെ കാണാൻ അയാൾ റെഡിയായിരിക്കുക. നീ ഇപ്പോൾ എവിടെയാണ്? പ്രഭ, ഏതാ സ്ഥലം? നിന്റെ ഏജ് എത്രയാ? 17. ഏത് കൊല്ലം? 1529. നീ ഇപ്പോൾ എവിടെയാണ്? ഷിംരാപൂർല, എത്യോപ്യ. നീ എന്താണ് കാണുന്നത്? യുദ്ധമാണ്. ഞാൻ എത്യോപ്യൻ സൈനികനാണ്. എൻ്റെ പേര് അബി മാലിക്. 4 വശവും ശവങ്ങളാണ്. ഞാൻ 3 കൗണ്ട് ചെയ്യാം. ജീവന്റെ മരണത്തിലേക്ക് നിനക്ക് തിരിച്ചു പോകാൻ പറ്റണം. 1 2 3. ഏതുമല്ല. 1531. സാഹചര്യങ്ങളൊന്ന് വിവരിക്കാമോ? ഞാൻ അന്ത്യോക്യയിലാണ്. അവിടെയും വലിയ യുദ്ധം തന്നെയാണ്. 1000കണക്കിന് സൈനികരാണ് 4 ചുറ്റും. അവർ തീഗോളം എറിയുന്നു. ഒരെണ്ണം എൻ്റെ അടുത്തേക്ക് വീണു. ആ തീഗോളം എൻ്റെ ദേഹത്ത് വീണത്. ഇപ്പൊ നീ നിന്റെ ശരീരം വിട്ട് ഒന്ന് പുറത്തേക്ക് വരണം. നീ ഇപ്പൊ എന്താ കാണുന്നേ? ഞാൻ എൻ്റെ മൃതദേഹമാണ് കാണുന്നത്. എൻ്റെ ഭർത്താവും എനിക്ക് മുൻപേ മരിച്ചിരുന്നു. പ്രഭേ, ഇപ്പോൾ നീ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഉയരണം. അപ്പോൾ നിനക്കൊരു സ്റ്റെയർ കേസ് കാണാൻ പറ്റും. അതിൽ കയറിക്കോ. അപ്പോൾ നിനക്ക് മിന്നിത്തിളങ്ങുന്ന ലൈറ്റ് കാണാൻ പറ്റും. അങ്ങനെ മുന്നോട്ട് പോകൂ. അടുത്ത ജീവിതത്തിലേക്ക് പതുക്കെ ചുവടുവെക്കൂ. നീ ഇപ്പോൾ നിന്റെ അടുത്ത ജന്മത്തിലേക്ക് വന്നിരിക്കുക. നന്നായി റിലാക്സ് ചെയ്യേ. ഞാൻ 3 എണ്ണുമ്പോഴേക്കും നീ ഇപ്പോഴത്തെ ജീവിതത്തിലെ മനോഹരമായ ദിവസത്തിലേക്ക് പോകുന്നു. 1 2 3. ഇതിപ്പോ ഏതു വർഷം? 1954. നിന്റെ പേരെന്താ? സുബീർ ദാസ്. ഏജ് എത്രയാ? 36 വയസ്സ്. നീ എന്താ കാണുന്നത്? കൽക്കട്ടയിലുള്ള എൻ്റെ വീടിൻ്റെ പൂന്തോട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ഞാൻ 3 എണ്ണുമ്പോഴേക്കും നിന്റെ ജീവിതത്തിൻ്റെ മരണസമയത്തിലേക്ക് എത്തുന്നു. 1 2
3. ഇത് ഏത് വർഷമാണ് സുബീർ? 1986. നിന്റെ പ്രായം എത്രയാണെന്ന് പറയൂ. 68. നീ ഇപ്പം എവിടെയാണ്? എന്താ കാണുന്നത്? എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. മിഡ് നൈറ്റ്. പെട്ടെന്ന് എന്താ ഇത്? കാം ഡൗൺ സുബീർ. നീ നിന്റെ ശരീരം വിട്ടിട്ട് വേഗം മുകളിലേക്ക് വാ. നീ എന്താണ് കാണുന്നത്? എൻ്റെ ദേഹം അവിടെ താഴെ കിടക്കുകയാണ്. ഒരാൾ എൻ്റെ ദേഹത്ത് എന്തോ ചെയ്യുന്നു. Slowly open your eyes, Prabha. അകത്തു പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ വാണിംഗ് തരികയാണ്. അവൻ്റെ സംസാരത്തിൽ മയങ്ങി ഒരിക്കലും നിങ്ങൾ അവൻ്റെ അടുത്തേക്ക് പോകരുത്. മനസ്സിലായോ? അവിടെ മുറിയുടെ താഴെ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്രോസ് ചെയ്യാൻ പാടില്ല. ഈ ഗാർഡ് എപ്പോഴും ഉണ്ടാവും അവിടെ. അത്യാവശ്യം വന്നാൽ എന്നെ വിളിക്കണം. തുറക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ദൂരെ മാറി നിൽക്കുക. അവനാള് ഭയങ്കര ക്രൂരനാണ്. അകത്ത് ചെല്ലുമ്പോൾ 4 ചുറ്റും നോക്കുക. യു നോ വാട്ട് ഐ മീൻ? This is Purva Banerjee. Came from Kolkata. Regarding whom I told you.
ഹലോ, ഞാൻ ഡോക്ടർ പ്രഭ ബാനർജി, സൈക്കാട്രിസ്റ്റ്. ഞാൻ റിസർച്ച് ചെയ്തോണ്ടിരിക്കുക. നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കാൻ വന്നതാ. ആദ്യം ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം തന്നതിന്. നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും എന്നോട് പറയാം. ഹലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ് അവൻ്റെ സ്വഭാവം. അവൻ എപ്പോഴാണോ 90 വരച്ചത്, സംടൈം ഹീ ഗെറ്റ്സ് ലോസ്റ്റ്. ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ തന്നെയാണ്. ഡോണ്ട് വറി, നിങ്ങൾ നാളെ ഈ സമയത്ത് വാ, എന്താന്ന് നോക്കാം. പ്രഭേ, നീ കാണുന്ന സംഭവങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടോ? എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ. അതായിരുന്നോ നിന്റെ പാസ്റ്റ് ലൈഫ്? ഹൗ യു ഫീലിംഗ്? വെരി ലൈറ്റ് സർ, വെരി പീസ്ഫുൾ. പ്രഭേ, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി മനുഷ്യൻ്റെ അറിയപ്പെടാത്ത പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നു. ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയില്ല. ഡോക്ടർ, നിങ്ങൾക്കറിയാലോ, മെഡിക്കൽ സയൻസ് ഇത് അംഗീകരിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞകാല ജീവിതമല്ലെന്ന് അവർ പറയുന്നു. ഓർമ്മകൾ കേവലം ക്രിപ്റ്റോംനാറ്റിയയും ആശയക്കുഴപ്പവും ബുദ്ധിമുട്ടുള്ള വാക്കാണ്. ഞാൻ എളുപ്പത്തിൽ സംസാരിക്കുകയാണെങ്കിൽ ഒരു വശം രോഗിയുടെ ലൈഫ് ടൈം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിന്റെ അടിച്ചേൽപ്പിക്കപ്പെട്ട നിർദ്ദേശമാണ്. അത് എന്തുകൊണ്ടാണ് ഇവ രണ്ടും ചേർന്ന് ഒരു ഭാവന സൃഷ്ടിക്കുന്നത്? എനിക്ക് ഓർമ്മയുണ്ട് ഡോക്ടർ മലിക്, ലണ്ടനിലെ ഗ്രേ മാഗസീൻ അതിനെക്കുറിച്ച് എന്തോ പറയുന്നുണ്ട്. നിങ്ങളെല്ലാം പേഷ്യന്റ് ബ്രെയിൻ വാഷ് ചെയ്യാണ്. നിങ്ങളൊക്കെ അത് കണ്ടതാണല്ലോ. ഞാൻ ഒരിക്കലും അവളുടെ ചിന്തയെ സ്വാധീനിച്ചിട്ടില്ല, ഗൈഡ് മാത്രം ചെയ്തു. അപ്പോ നമ്മളെല്ലാവരും അതിന്റെ അർത്ഥം വീണ്ടും വീണ്ടും പുനർജനിക്കും എന്നതാണോ? ശരിക്കുമല്ല. നമ്മുടെ ആത്മാവ് ഹിന്ദു ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ പുനർജന്മത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും നന്നായി എഴുതിയിട്ടുണ്ട്. ജീവിതവും മരണവുമെല്ലാം ശരിക്കും ഒരു ചക്രമാണ്. ദിസ് ഇസ് അമേസിംഗ്. ഇന്ന് ഞാനിത് നേരിട്ട് കണ്ടില്ലായിരുന്നു എങ്കിൽ ഞാനിതൊരിക്കലും വിശ്വസിക്കില്ലായിരുന്നു ഡോക്ടർ. നീ കർമ്മങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ? കർമ്മം മറ്റൊന്നുമല്ല, പേയിങ് ഓഫ് IOU സ്ലീപ്പ്. മനസ്സിലായില്ല അല്ലേ? ഞാൻ വിശദീകരിക്കാം. നീ ഏതെങ്കിലും ഒരു ജന്മത്തിൽ നീ ഒരുപാട് ലാഭം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നന്മകൾ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല. ഏതോ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് മോശം സംഭവിച്ചു. ഇൻ യുവർ കേസ് പ്രഭ, ക്രൂരമായ കൊലപാതകം. അപ്പോൾ നിന്റെ പൂർവ്വജന്മത്തിലെ ദേഷ്യവും കോപവുമെല്ലാം പിന്നെ എടുക്കുന്ന ജന്മത്തിലേക്ക് തിരിച്ചു വരുന്നു. അതായത് IOU സ്ലീപ്പ് ദാറ്റ് നീഡ് ടു ബി ഫുൾഫിൽഡ്. എന്നാ നമ്മളിപ്പോൾ ഈ കണ്ട കാര്യങ്ങളൊക്കെ നമുക്കിതെങ്ങനെ യൂസ്ഫുൾ ആവും ഡോക്ടർ? ശരി, ഞാൻ പറഞ്ഞു തരാം. തൻ്റെ പ്രശ്നത്തിൻ്റെ മൂലകാരണങ്ങൾ തിരിച്ചറിയാൻ ആർക്കാണ് കഴിഞ്ഞത്? അത് വെറും ഭാവന മാത്രമായിരുന്നില്ല, അത് ശരിക്കും യഥാർത്ഥ സംഭവങ്ങളായിരുന്നു. അതാണ് ലക്ഷണങ്ങൾ ഉണ്ടാക്കിയത്. അവൻ്റെ 89 നമ്പർ കാണുമ്പോൾ പേടിക്കുന്നത്, ചില ആകസ്മികമായ സംഭവങ്ങൾ കാണുമ്പോൾ ശ്വാസം മുട്ടൽ പോലുള്ള പ്രവർത്തികൾ. ഇത് ശരിക്കും
നേരത്തെ ഉണ്ടായ ജന്മത്തിൻ്റെ ഇംപ്രഷനാണ്. അതായത് നോട്ടിൽ എഴുതുമ്പോൾ അതിൻ്റെ താഴെ കാണുന്ന ഇംപ്രഷൻ പോലെ, അതുപോലെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രഭ നേരത്തെക്കാളും നന്നായിട്ടുണ്ട്. 100% ശരിയായെന്ന് പറയാറായിട്ടില്ല. ഇപ്പോൾ ശരിക്കുള്ള ദിശയിലാണ് നമ്മൾ പോകുന്നതെന്ന് വിശ്വസിക്കുന്നു. എന്തു പറ്റി പ്രഭേ? ഹോപ്പ്ഫുള്ളി. താങ്ക് യു. ഡോണ്ട് താങ്ക് മീ. അവരോട് പറയൂ, അവരുടെ നല്ല മനസ്സിന്. താങ്ക് യു. അനൂപ്, ഐ നീഡ് യുവർ ഹെൽപ്പ്. എനിത്തിങ്. എനിക്ക് എൻ്റെ നൈറ്റ് മെയർ എന്താന്ന് കണ്ടുപിടിക്കണം. രാത്രിയും പകലും എനിക്ക് വല്ലാത്ത ശല്യം തന്നെയാണ്. കഴിഞ്ഞ രാത്രി ഉത്തര കൊൽക്കത്തയിൽ 68 വയസ്സുള്ള സുബീർ എന്ന വ്യക്തിയുടെ മൃതദേഹം കിട്ടി. അയാളുടെ നെറ്റി കീറി പൊളിച്ച് അതിൽ 89 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. നോക്കു പ്രഭ, ഇതാണ് സുബീർ ദാസ്. ഇനിയൊരു കാര്യം കൂടിയുണ്ട്. The number killer's days numbered. Sabyasachi Pal, owner of the KP Group of Companies, has been arrested and charged with the cold-blooded murders of 88 people, whose body have been recovered by police. He is suffering from high fever and stalking with his next victim when an alert call from Long by a standard gave him away. The local... പറയൂ ഋതിക്. What? വെരി ഗുഡ്. പിന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരും അഡ്രസ്സും ഒക്കെ എനിക്ക് പെട്ടെന്നൊന്ന് അയച്ചതാ. ഗുഡ് ജോബ്. ബൈ. പ്രഭ, ഹീസ് അലൈവ്. സബ്യസാച്ചി പാൽ ഇപ്പോഴും ജീവനോടെയുണ്ട്. ലുക്ക് മിസ്റ്റർ പാൽ, സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞേ? നിങ്ങൾക്ക് സംസാരിക്കാൻ തോന്നുമ്പോ ഡോക്ടറോട് പറഞ്ഞിട്ട് എന്നെ വിളിപ്പിച്ചാൽ മതി. 90 ആ വർഷത്തിലെ ആദ്യത്തെ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. അപ്പൊ നിങ്ങളുടെ വയസ്സ് എത്രയായിരുന്നു? എന്താ? ആയിരത്തി 1990 നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു എന്ന് ചോദിച്ചേ? രണ്ടു വയസ്സ്. രണ്ട് കണ്ണുകൾ, അതായത് നിങ്ങളുടെ നല്ല ഭംഗിയാണ്. 1990 25 ജാനുവരി നോർത്ത് ഈസ്റ്റ് യൂറോപ്പിലെ ബാൻഡേജ് സ്റ്റോമിൽ 97 പേരാണ് മരിച്ചത്. 97 4 മെയ് 1990 ആന്ധ്രാപ്രദേശിലെ സൈക്ലോണിൽ 967 പേര് മരിച്ചു. 967 ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ മരിച്ചു. 1990 21 ജൂൺ ഇറാനിലെ ഭൂകമ്പത്തിൽ വലിയൊരു ബിൽഡിംഗ് വീണ് 700 ആളുകൾ മരിച്ചു. 1000 കൂടുതലാകാനാണ് സാധ്യത. മരിച്ചു. ലോകത്തിലെ വലിയ കൊലയാളി ഭൂമി തന്നെയാ. ഈ 90 എന്ന് പറയുന്നത് യൂണിറ്റിന്റെ പെർഫെക്റ്റ് നമ്പറാ. പെർഫെക്റ്റ്. 90 ഡിഗ്രിയെ ഞങ്ങൾ റൈറ്റ് ആംഗിൾ എന്ന് പറയും. ദ റൈറ്റ് ആംഗിൾ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലേ,
ഞാനൊരു സൈക്കാട്രിസ്റ്റ് ആണെന്ന്? സീരിയൽ കില്ലേഴ്സിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആളാ. നിങ്ങളുടെ കുടുംബത്തിനെ കുറിച്ചൊന്ന് പറയാവോ? ബോർഡർ. എന്താ? അതായത് അതിർവരമ്പ്, ഒരു മതിൽ. ഇതുപോലൊരു അതിർവരമ്പ് കടന്നാലാണ് യുദ്ധം ഉണ്ടാകുക. ഇത് മറികടക്കരുതെന്നല്ലേ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്, ശരിയല്ലേ? നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ വളരെ നന്നായിട്ടുണ്ട്. ഇന്ന് വേണ്ട പ്ലീസ്. വയറ് നിറച്ച് ചോറും മീൻകറിയും തിന്നു കഴിഞ്ഞപ്പോ നന്നായിട്ട് ഉറക്കം വരിക. ബാക്കി കാര്യം നാളെ ഉറപ്പ്. കാരണം സർക്കാർ അനുവാദം തന്നിരിക്കല്ലേ. Oh shit. ഡോക്ടർ പ്രഭ ബാനർജി, യു ആർ ലേറ്റ്. ഇരിക്കിരിക്കെ, വേഗം ഇരിക്കെ. നമുക്ക് തുടങ്ങിയാലോ? നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ പ്ലീസ്? ഫാമിലി ഞാൻ ജനിച്ചപ്പോൾ തന്നെ മരണമാണ് കണ്ടത്. എൻ്റെ അമ്മയുടെ. ഞാൻ ജനിച്ചപ്പോൾ തന്നെ അവർ പോയി. എൻ്റെ അമ്മയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. നന്നായിട്ട് പെയിൻറ്റിങ് ചെയ്യും, നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യും. എനിക്ക് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എല്ലാ അച്ഛനെ നോക്കിയിരുന്ന്. നിങ്ങളുടെ കണ്ണുകൾ എന്തു ഭംഗിയാ കാണാൻ. എൻ്റെ അച്ഛൻ കൃഷ്ണകാന്ത് പാൽ, ദ റിച്ച്, പ്രൗഡ് ആൻഡ് സക്സസ്ഫുൾ ഓണർ ഓഫ് KP ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്, ടോപ്പ് ബിസിനസ്മാൻ ഓഫ് ഹിസ് ടൈം. ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമാണെന്ന് തോന്നുന്നു എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാകണമെന്നുള്ളത്. എഞ്ചിനീയറിംഗിലെ എല്ലാ പരീക്ഷകളിലും എനിക്ക് തന്നെയായിരുന്നു ഫസ്റ്റ്. എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ? എടുത്തിയാട്ടത്തിൻ്റെ പ്രായമാണല്ലോ 18 വയസ്സ്. എൻ്റെ 18 വയസ്സിൽ അച്ഛനും മരിച്ചുപോയി, ഹാർട്ട് അറ്റാക്ക്. എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അച്ഛൻ്റെ ബിസിനസ് ഏറ്റെടുത്തു. അച്ഛനുണ്ടാക്കി വെച്ച പേര് കളഞ്ഞു വിളിക്കരുതല്ലോ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. നിങ്ങൾ ആദ്യം കൊല ചെയ്ത ആളുടെ ബോഡി കിട്ടിയില്ല. അതിനെക്കുറിച്ചൊന്ന് പറയാവോ? എന്ത് കാരണത്തിൽ ആദ്യ കൊല നടത്തിയത്?
ഞാൻ ഗംഗോത്രിയിൽ പോയിരുന്നു അച്ഛൻ്റെ ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കാൻ. കയ്യിലാ കൊടവുമേന്തി ഗംഗയെ നോക്കി ഞാനങ്ങനെ പോവുകയായിരുന്നു. അച്ഛൻ്റെ കൂടെ കഴിഞ്ഞ ചെറിയ ചെറിയ ഓർമ്മകൾ എന്നെ അലട്ടാൻ തുടങ്ങി. ആ സമയത്ത് നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾ എന്തൊക്കെ പറഞ്ഞു പോവുകയാണ്. അനിരുദ്ധ കയ്യിൽ തന്ന ചിതാഭസ്മം എൻ്റെ കയ്യിലുണ്ട്. അച്ഛൻ്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ദൂരം ചെന്നപ്പോൾ എന്നോട് മീൻ പിടിക്കാൻ പറയുന്നു. ഈ ലോജിക്കൊക്കെ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടാണ് തോന്നിയത്. എന്നോട് അദ്ദേഹം വാദിക്കാൻ തുടങ്ങി. ഇതൊക്കെ സ്റ്റുപ്പിഡല്ലേ? എൻ്റെ കയ്യിൽ അച്ഛൻ്റെ ചിതാഭസ്മമുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ വീണ്ടും 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 പറയുകയാണ്. ആ തലയിലൊന്ന് കയറിക്കിട്ടാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ചൊക്കെ ബാലൻസ് ചെയ്ത് വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോയി. ഞാനത് വെള്ളത്തിലൊടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പറ്റുന്നില്ല. ഞാൻ മിണ്ടാതെ നോക്കി നിന്നു. ആ രൂപം പതുക്കെ പതുക്കെ വെള്ളത്തിനുള്ളിലേക്ക് പോയി. ഞാൻ ഭയന്നുപോയി. വല്ലാതെ പേടിച്ചു. പേടി? പിന്നെ പേടിക്കാതെ? ഇത് ഫസ്റ്റ് ടൈം അല്ലേ? നന്നായിട്ട് പേടിച്ചു. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയും മതി. നിങ്ങൾ വേണമെങ്കിൽ പൊയ്ക്കോ. നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കും. എനിക്കും അതെ. ഐ എം സോറി മിസ് പ്രഭ, ദിസ് വീക്ക് ഐ എം വെരി ബിസി. അടുത്ത ആഴ്ച നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി അപ്പോയിൻമെൻറ്റ് തരാം. ചൊവ്വാഴ്ച 10 മണി. നെക്സ്റ്റ് വീക്ക്. ഓക്കെ, താങ്ക്സ്. അതെ, അയാളുടെ വക്കീലിന്റെ പേരെന്താന്ന് പറയോ? അനിരുദ്ധ സെൻ, സെൻ ആൻഡ് വൈറ്റി ലോ ഫാം. ഓക്കെ, താങ്ക് യു. ഇറ്റ് വാസ് സോ സ്ട്രേഞ്ച്. വല്ലാത്ത അതിശയം തന്നെ. ദ ഫീലിംഗ് വെൻ ഐ സോ ഹിം. ഞാനത് കണ്ടു. അയാളുടെ 2 കണ്ണുകൾ. അയാളോട് സംസാരിച്ചിട്ട് എങ്ങനെയുണ്ട്? അയാൾ കൂടുതലൊന്നും പറഞ്ഞില്ല. പക്ഷെ അയാൾ എന്തൊക്കെയോ പറയാനായി ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ഡെസ്പറേറ്റ്, കുറച്ച് ഇറോട്ടേക്ക്. ബട്ട് ഈസ് വെരി ഷാർപ്പ്. അവൻ ഷാർപ്പായതുകൊണ്ടാണ് കൊല ചെയ്തത്. 11 വർഷത്തിൽ 89 കൊല, നീറ്റ്ലി. അത് ഒരു തെളിവും ബാക്കി വെക്കാതെ. ഫോർ ദാറ്റ് യു നീഡ് എ ലോട്ട് ഓഫ്. അവൻ്റെ കില്ലിംഗ് മെത്തേഡ്സ് തികച്ചും വ്യത്യസ്തമായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഇന്നോവേറ്റീവ്. ഇന്ന് നോക്ക്, 10 വയസ്സുള്ളൊരു പെൺകുട്ടിക്ക് കഠിനമായ ഒരു വിഷച്ചെടിയിൽ നിന്നൊരു പൂവ് കൊടുത്ത് അവളെ കൊന്നു, അതും ഫുഡിൽ കലർത്തി. ദിസ് ഗൈ ഈസ് അമേസിങ്. ദി ഓൺലി കോമൺ തിങ് വാസ് ഹിസ് സിഗ്നേച്ചർ. കൊല ചെയ്യുന്ന ആളുടെ നെറ്റിയിൽ അയാൾ എഴുതാറുണ്ട് ദ നമ്പർ. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, പോലീസിന് ഓരോ വിക്ടിമിൻ്റെയും ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ വളരെ എളുപ്പമായിരുന്നു. ഹി വുഡ് ഓൾവേസ് മേക്ക് ഷുവർ ഓഫ് ദാറ്റ്. പക്ഷേ അയാൾ ആദ്യം കൊന്ന വിക്ടിമിൻ്റെ ബോഡി കിട്ടിയില്ല. അതൊരു ആക്സിഡൻ്റ് ആണെന്നാണ് അന്ന് കോടതിയിൽ പറഞ്ഞത്. 1974 ഗംഗോത്രിയുടെ അടുത്തെവിടെയോ. ആ കേസ് അവർ ഒത്തുതീർപ്പാക്കി. ശരി, അതിരിക്കട്ടെ. അയാൾ 2ാമത്തെ കൊല എപ്പോഴാ ചെയ്തത്? 1975. ദാറ്റ് വാസ് പ്ലാൻഡ്. അപ്പോൾ അയാൾക്ക് 19 വയസ്സ്. പിന്നെ അയാള് കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും തന്നു? I did. He used to praise father a lot. അയാൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു അച്ഛനോട്.
മനുഷ്യരിൽ അയാൾ സ്നേഹിച്ചിരുന്നത് അച്ഛനെ മാത്രമെന്ന് തോന്നുന്നു. അനൂപ്, എനിക്കൊരു സഹായം കൂടി വേണം. ആജ്ഞാപിച്ചോളൂ. അയാൾക്കൊരു ലോയറുണ്ട്, അനിരുദ്ധ് സെൻ ഓഫ് സെൻ ആൻഡ് മൈറ്റി ലോ ഫോം. അയാളെ കണ്ടുപിടിച്ചാൽ ഇയാളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടും. ഇത് റൈറ്റ് ഹാൻഡിൻ്റെ ഒരു കളിയാ മാഡം. ശരി, പറയൂ. നീ എപ്പോഴാ പോകുന്നേ? മറ്റന്നാൾ. cold-blooded murders. Why? ഹോംവർക്കൊക്കെ ചെയ്തു വന്നിരിക്കുക. വിട്. നിങ്ങളെന്താ ഇത്ര പെട്ടെന്ന്? നിങ്ങളെന്തിനാ സൈക്കോളജി പഠിച്ചേ? മനുഷ്യരുടെ മനസ്സ് വായിക്കുന്നത് ഫാസിനേഷനാണ്. അതുകൊണ്ട് എൻ്റെ ഫാസിനേഷൻ നമ്പർ നോക്കിയാൽ സ്പെഷ്യലി നമ്പർ 1. ന്യൂമറോളജി അറിയോ? നമ്പർ 1 സിഗ്നിഫൈസ് ലീഡർ, ambition for success, achievements. ന്യൂമറോളജി പ്രകാരം that 1 signifies the last of success at any cost. ശരിക്ക് ഹോംവർക്ക് ചെയ്താ വന്നിരിക്കുന്നേ. ആദ്യത്തെ വിക്ടിമിനെ അപ്പോ നിങ്ങൾ ഗസ് ചെയ്ത് കൊന്നതാ. എന്നാൽ അതിനുശേഷം എന്തിനാണ് കുറെ ആൾക്കാരെ കൊന്നത്? ശരിക്കും പറഞ്ഞ ആ ഗംഗോത്രിയിലെ സംഭവങ്ങൾക്കൊക്കെ ശേഷം, അതായത് അയാൾ മരിച്ചതിനൊക്കെ ശേഷം, അതിശയമായ ഒരു മെന്റൽ പീസ്, അത് നല്ലൊരു സമാധാനമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അച്ഛനൊരു ട്രിബ്യൂട്ട് കൊടുക്കാന്ന്. ഞാൻ ഈ സബ്ജക്റ്റിൽ ശരിക്കും ഒരു മിടുക്കനാ. അവിടെ ഇപ്പം ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സീരിയൽ കില്ലേഴ്സിനെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്കൊരു കാര്യം മനസ്സിലായി. കൊളംബിയയിലുള്ള റിക്കാർഡോ കമാർഗോ, നമ്പർ 1 സീരിയൽ കില്ലർ ഇൻ ദ വേൾഡ്. ശരിക്കും കണക്ക് പറഞ്ഞാൽ 89 കൊലകൾ, 89 victims. So I decided to meet him. എൻ്റെ ടാർഗറ്റ് 90 ആണ്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഈ റെക്കോർഡ് ശരിയാകുമെന്ന് അറിയില്ല. ടയർഡ്. അത് ഞാൻ അനിരുദ്ധുമായിട്ട് സംസാരിച്ചു. ഇന്ന് വൈകുന്നേരം ക്ലബ്ബിൽ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താവും നോക്കാം. താങ്ക്സ്. അതായത് ഷുബീർ ദാസിന്റെ ഫാമിലിയെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ? അയാളുടെ ഒരേ ഒരു മകൻ ദിവാകരാണ് അവിടെ ഉള്ളത്. വേറൊന്നും എനിക്കറിയില്ല. ശരി, ഇനി നീ പറ, നിന്റെ സെക്ഷനൊക്കെ എങ്ങനെ പോകുന്നു? എനിക്കൊരു ബ്രേക്ക് എടുക്കണം. അനൂപ്, ഐ ഹാവ് എ ഹഞ്ച്. അയാൾ ആദ്യത്തെ വിക്ടിമിനെ കുറിച്ച് പറഞ്ഞത് കള്ളമാണെന്ന് തോന്നുന്നു. എന്നുവെച്ചാ? അപ്പൊ നീ പറയുന്നത് അയാൾ ഗസ് ചെയ്യാതെ കൊന്നെന്നാ? അയാൾ ശരിക്കും ആയുധങ്ങൾ വെച്ച് കൊല ചെയ്തത് പ്ലാൻ ചെയ്ത് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും? അല്ലല്ല, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അല്ല, നീ എന്താ പറയുന്നെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് ചെറുതായിട്ടിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. ഞാനൊരു ബ്രേക്ക് എടുക്കേണ്ടതാണ്. ഐ പ്രോമിസ്. ഐ വിൽ ടോക്ക് ടു യു ലേറ്റർ. ഓക്കെ? ഓക്കെ. ഇത്രയധികം കൊല ചെയ്തു, നിങ്ങൾക്ക് മനസാക്ഷി കുത്തു തോന്നുന്നില്ലേ? യു നെവർ റിഗ്രറ്റ് ഇറ്റ്? റിഗ്രറ്റോ? നോ, നെവർ. അതിന് ഞാൻ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? അത് ഒരു
ഒരു തവണ, ജസ്റ്റ് വൺസ്, റൈറ്റ്? 58th വിക്ടിം, ശിവനാഥ് പാണ്ഡെ. അത് പ്ലാന്റ് അല്ലായിരുന്നു, കേട്ടല്ലോ. ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ബോൾപൂരിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് എന്നോട് ഒരു ലിഫ്റ്റ് ചോദിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചേ, ആ സമയത്ത് അയാൾക്ക് ശരിക്കും ലിഫ്റ്റ് വേണമായിരുന്നോ? താൻ കുഴിച്ച കുഴി താൻ തന്നെ വീണെന്ന് കേട്ടിട്ടില്ലേ? അയാൾ എനിക്കൊരു ഡ്രിങ്ക് ഓഫർ ചെയ്തു, ഡ്രഗ് നാച്ചുറലി. അയാളുടെ ആ ബ്രാൻഡ് ഞാനും വീട്ടിൽ വെച്ച് ഉപയോഗിക്കുമായിരുന്നു. അയാൾക്ക് ബോധം വന്ന ശേഷം അയാളെ പിന്നെ എവിടെ വെച്ചാ കണ്ടെന്നറിയോ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നമ്പർ, ജസ്റ്റ് നമ്പർ. അതായത് ഗോൾഫിൻ്റേത് പോലത്തെ ഷോട്ട്. ബട്ട് ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. കാരണം എന്താന്ന് വെച്ചാൽ അയാളുടെ തല മുഴുവനും പൊളിഞ്ഞു പോയിന്നേ. എനിക്ക് അടയാളം ഇടാൻ പറ്റിയില്ല. വേറെ ഒരു വഴിയും കണ്ടില്ല. 58 എന്ന് എഴുതി. പിന്നെന്താന്ന് വെച്ചാ ഐ വാസ് നോട്ട് ഹാപ്പി. നോ, നോട്ട് അറ്റ് ഓൾ. ബാഡ് മിസ്റ്റേക്ക്. Good evening, ma'am. താങ്ക് യു. എനിക്ക് അവസാനമായിട്ടൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഓൾറെഡി ഫൈനൽ. ചോദിക്കുക. നിങ്ങളും നിങ്ങളുടെ അച്ഛനുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? അതായത് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതല്ലേ. ഞാൻ എൻ്റെ അച്ഛനെ നിങ്ങൾ ഈ പറയുന്നത് മുഴുവനും കള്ളമാണ് മിസ്റ്റർ പാൽ. ഇനി ഞാൻ പറയാം. കൃഷ്ണകാന്ത പാൽ വാസ് എ റൂത്ത്ലെസ്, ambitious businessman who wanted to be the best by destroying others. His colleagues, his competitors, he had no friends. ഇതാണ് കോമൺ ന്യൂസ്. അന്നത്തെ കാലത്തെ മാഗസീനിൽ നിന്നെടുത്തതാ.
ഇത്തവണ അവർ സ്വീകരിച്ചെങ്കിലോ? മേ ബി ഹി വാസ് എ ഗുഡ് ഫാദർ. ഹി വാസ് പെർഫെക്റ്റ്. അതുകൊണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല. ഐ എം എ സൈക്കാട്രിസ്റ്റ്. റിമെമ്പർ, നിങ്ങൾ ആദ്യമായി ഒരാളെ കൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണുകളിൽ വെറുപ്പാണ് കണ്ടിരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ 58ാമത്തെ വിക്ടിമിനെ കൊല്ലുന്ന സമയത്തും ഈ വെറുപ്പ് തന്നെയായിരുന്നു കണ്ടിരുന്നത്. ഈ സ്കെച്ച് നിങ്ങളല്ലേ വരച്ചത്? നിങ്ങളുടെ അച്ഛൻ്റെ? നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒന്നാ. ന്യൂമറോളജി ബുക്ക് വായിച്ചിട്ടല്ലേ ഇതൊക്കെ ചെയ്തത്? എനിക്കിതൊക്കെ അറിയാം. ഇന്ത്യൻ ന്യൂമറോളജി പ്രകാരം ഒരു ശത്രുവിന് ഒരു നമ്പർ കൊടുക്കുമ്പോൾ എനിമി, സബിയ സച്ചിപാൽ, യു അട്രിബ്യൂട്ട് ടു എ ഫാദർ ഹൂസ് എ ഫാദർ ഹിംസെൽഫ്. I am impressed, Dr. Banerjee. Intelligent. Very intelligent. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് 10 വയസ്സായിരുന്നു. സ്കൂളിൽ സ്പോർട്സിൽ എനിക്ക് സെക്കൻഡ് കിട്ടി. സിൽവർ മെഡലും കൊണ്ട് ഞാൻ വീട്ടിലെത്തി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും നീ 2ാം സ്ഥാനം വരാൻ പാടില്ല. അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. മനസ്സിലായോ? എപ്പോഴും നീ 1ാം സ്ഥാനത്ത് തന്നെ ഉണ്ടാവണം. ഇന്ന് മുതൽ നീ ശരിക്കും എണ്ണാൻ ആരംഭിച്ചു. ഇന്ന് മുതൽ നീ ആ കാര്യം മറന്നുപോയാൽ ഇത്തവണ ഇന്നാദ്യമായതുകൊണ്ട് 1 എണ്ണം മാത്രം, പിന്നെ 2 എണ്ണം, പിന്നെ 3 എണ്ണം, പിന്നെ 4, ഓരോ തവണയും കൂടിക്കൊണ്ടിരിക്കും. വേറെ ഒരു ഓപ്ഷനും ഇല്ല സബ്യസാച്ചി. യു ഹാവ് ടു ദി ബെസ്റ്റ്. യു ഹാവ് ടു ബി. കം കം മൈ സൺ, കം. മിഡിൽ എക്സാമിന്റെ റിസൾട്ട് വന്നു. എന്റെ പിറന്നാളിൻ്റെ അന്ന്. വെറും 3 മാർക്കിന്റെ കുറവിൽ സെക്കൻഡായി. അന്ന് എനിക്ക് ഭയങ്കര ശിക്ഷയായിരുന്നു. എത്ര തവണ പറഞ്ഞാലും മനസ്സിലാവില്ലേ? അതായിരുന്നു എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. അതിനുശേഷം വീട്ടിൽ ഒരുപാട് അതിഥികളൊക്കെ വന്നു. കേക്കൊക്കെ കട്ട് ചെയ്തു. അച്ഛനും അവരുടെ ഒപ്പം ചേർന്ന് പാടി. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ മോനെ, ഹാപ്പി ബർത്ത്ഡേ. ഹയർ സെക്കൻഡറിയിൽ സ്റ്റേറ്റ് ടോപ്പറായിരുന്നു ഞാൻ. എൻ്റെ അച്ഛന് വലിയ അഭിമാനമായിരുന്നു. എല്ലാ സബ്ജക്റ്റിനും എനിക്ക് ഫസ്റ്റ്. കണക്കിന് എനിക്ക് ഒരേ ഒരു മാർക്ക് കുറഞ്ഞുപോയി. അന്ന് ശരിക്കും ഒരുപാട് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു എനിക്ക്. അച്ഛനും ഭയങ്കര സന്തോഷമായിരുന്നു. മോനെ, ഗുളിക
കിടക്ക്. മരുന്ന് കൊടുത്തില്ല ഞാൻ. രാത്രി കഴിഞ്ഞ് നേരം വെളുത്തതുപോലും ഞാൻ അറിഞ്ഞില്ല. അവിടെ തന്നെ ഇരുന്നു. ഇന്നലെ സബ്യസാച്ചിയുടെ ലോയറുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ചു. ചില കാര്യങ്ങളെക്കുറിച്ച്, അതായത് അയാളുടെ 10-15 വർഷം കഴിഞ്ഞ് അണ്ടർ സെക്ഷൻ 433 പ്രകാരം പ്രസിഡന്റിന്റെ അടുത്ത് ദയാഹർജിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ സബ്യസാച്ചി ഇപ്പോൾ 2002 തന്നെ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. എന്ത്? അയാളെ വിടാൻ പോകുന്നോ? അയാളെ വീണ്ടും കൊല നടത്തും കേട്ടോ. എന്റെ പ്രഭേ, ഞാൻ പറയുന്ന നീ മുഴുവനൊന്ന് കേൾക്ക്. ഇറ്റ് വാസ് റിജക്റ്റഡ്. 4 കൊല്ലം കഴിഞ്ഞ് വീണ്ടും അപ്ലൈ ചെയ്തു. അഗൈൻ? ഇത്തവണ അവർ സ്വീകരിച്ചെങ്കിലോ? ഒരിക്കലും അവൻ ജയിലിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല അനൂപ്. നോ, ലുക്ക് ഐ മീൻ അനൂപ്, ഐ മീൻ നോ, ഐ മീൻ യെസ്, ഓക്കെ. പ്രഭ, ഈ കാര്യം ഓർത്ത് നീ ദയവേത് ടെൻഷനൊന്നും ആവല്ലേ. ഒരു ഗുഡ് ന്യൂസും കൂടെയുണ്ട്. ഞാൻ മറ്റന്നാൾ വരുന്നുണ്ട്. നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാം. നിനക്കിപ്പോൾ ഒരു ബ്രേക്ക് ആവശ്യമാണ്. നിന്റെ സെക്ഷൻ ഇനിയും ബാക്കിയില്ലേ? Actor. One final session today. Bye. അങ്ങനെ എൻ്റെ കൈകൾക്ക് നല്ല ശക്തി കിട്ടി. ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു അന്ന്. പോലീസുകാർ വന്ന് അച്ഛൻ്റെ ഡെഡ് ബോഡിയൊക്കെ എടുത്ത് നോക്കി. പക്ഷെ എൻ്റെ വിക്ടിം പോലെ ആയിരുന്നില്ല, അവൻ്റെ വിക്ടിമായിരുന്നു. അന്നു മുതലാ നമ്പേഴ്സിൻ്റെ കളി ആരംഭിച്ചത്. ഓരോരുത്തരെ കൊല്ലുമ്പോഴും ഞാൻ എൻ്റെ കയ്യിൽ ഒരേ അടയാളം വരയ്ക്കുമായിരുന്നു. നിങ്ങൾ കൊല ചെയ്ത ശേഷം എന്തിനാണ് വിക്ടിമിന്റെ നെറ്റിയിൽ നമ്പർ എഴുതി വെക്കുന്നത്? ഞാനൊരു ബിസിനസ്മാനാ, അതറിയില്ലേ? ഓരോ ബിസിനസ് ചെയ്യുമ്പോഴും സർക്കാരിനെ ബോധിപ്പിക്കണമായിരുന്നു. അങ്ങനെയാണ് ഞാൻ നെറ്റിയിലും എഴുതാൻ തുടങ്ങിയത്. ടാലി ശരിയായാലേ ബാലൻസ് ഷീറ്റ് പെർഫെക്റ്റ് ആവുള്ളൂ. അത് ഫസ്റ്റ് റെക്കോർഡിൽ കണ്ടില്ലല്ലോ. നിങ്ങൾക്കൊന്നിങ്ങോട്ട് വരാൻ പറ്റുമോ? ആ ബോർഡർ ഉണ്ടല്ലേ, നോക്കി, ഇതാണ് എൻ്റെ ബുക്കിലുള്ള കണക്കുകളൊക്കെ. നിങ്ങൾ ചെയ്ത കൊലയ്ക്ക് ട്രോഫി വാങ്ങാൻ നിൽക്കുക? ആ പറഞ്ഞത് ശരിയാണ്. തൊണ്ണൂറാമത്തെ നമ്പർ വരാൻ ഒരു ശവം കൂടി എനിക്ക് വേണം. ഈ ബോർഡർ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇപ്പൊ തന്നെ ജയിച്ചേനെ. തൊണ്ണൂറാമത്തെ നമ്പർ എൻ്റെ മുന്നിൽ തന്നെയല്ലേ നിൽക്കുന്നത്, ഈ ബോർഡറിൻ്റെ അപ്പുറത്ത്. ചിലപ്പോൾ പോണ വഴിക്ക് നിങ്ങളെ കാണാതെ പോയാലോ, ആർക്കറിയാം?
നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ബാനർജി. 90ാമത് നമ്പർ കിട്ടുന്നതിന് മുൻപ് ഞാൻ ചാവാനൊന്നും പോണില്ല. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. ഗുഡ് ബൈ. നാളെ കാണാം. ഓ, ഞാൻ നിങ്ങളോടൊരു സീക്രട്ട് പറഞ്ഞില്ലല്ലോ. ഓ, തെറ്റുപറ്റി. ചോദിക്കുക, എന്താന്ന് ചോദിക്കുക. ഹലോ, എന്താ? ഞാൻ അതിന്റെ അർത്ഥം ഞാൻ എന്ത് ചോദിക്കണമെന്ന്? അയാളെന്റെ കൂടെയുണ്ട്. ശരി, ഞാനൊന്നും ഇപ്പൊ ഒന്നും പറയുന്നില്ല. നിങ്ങൾ പൊയ്ക്കോ, വേഗം ചെല്ലേ. ബാഡ് മിസ്റ്റേക്ക്. അല്ലല്ല, എനിക്ക് നോക്കണമെന്നുണ്ട്. ചേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. യെസ് മാം, പറയൂ മാം. ആ ഡ്രോയിങ് ഒന്ന് തുടയ്ക്കാൻ പറ്റുമോ? ഇല്ല മാം, ആ സെല്ലിനകത്തേക്ക് പോകാൻ പെർമിഷൻ ഇല്ല. പ്ലീസ് ചേട്ടാ, അയാള് എന്നോടെന്തോ പറയാന്ന് പറഞ്ഞേ. ഐ ആം സോറി മാം, ആ സെല്ല് തുറന്ന് അകത്തേക്ക് പോകാൻ പെർമിഷൻ ഇല്ല. ചേട്ടാ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നിങ്ങളൊരു സെക്യൂരിറ്റി അല്ലേ? പിന്നെ പ്ലീസ് ചേട്ടാ, പ്ലീസ്. അതെ, ആ മുകളിൽ കാണുന്ന വെളുത്തടയാളം സൈക്യാട്രിസ്റ്റാ. നിങ്ങൾക്കറിയില്ലേ എന്റെ 90ാമത്തെ വിക്ടിം നിങ്ങളാണെന്ന്? നിങ്ങളുടെ 90 അവൻ. ഹലോ. പ്രഭേ, താങ്ക്സ്. Prabha, what's wrong with you? It was just a nightmare. Just forget it. Just forget the past. സബ്യസാചി പാൽ ക്ലോസ് ചെയ്തൊരു ചാപ്റ്റർ ആണ്. അയാൾക്ക് ഇനി ഒരിക്കലും പുറത്തേക്ക് വരാൻ പറ്റില്ല. If he is intelligent, he will figure it out. നീ എന്താ ഈ പറയുന്നേ? അയാൾ പുറത്തിറങ്ങുന്നാണോ നീ പറയുന്നേ? അവിടെ അത്രയും വലിയ സെക്യൂരിറ്റീസ് ഒക്കെ ഉള്ളപ്പോൾ അയാൾ എങ്ങനെ പുറത്തിറങ്ങാനാ നീ പറയുന്നേ? ഹായ് ഡോക്ടർ മാലിക്. അവൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. വാട്ട്? എപ്പോ? പ്രഭ, ആ ബോർഡർ ഇട്ടില്ലെങ്കിലും അയാൾക്ക് പോകണമെങ്കിൽ അയാൾക്ക് പോകാം. നിങ്ങളിങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല ഡോക്ടറെ. 90ാമത്തെ നമ്പർ കിട്ടുന്നതിന് മുൻപ് പെട്ടെന്നൊന്നും ഞാൻ ചാവില്ല. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. ഗുഡ് ബൈ. നാളെ കാണാം.
നിങ്ങളുടെ വിചാരം നിങ്ങൾ മാത്രമാണ് ബുദ്ധിമാനെന്ന്. ആബ്സല്യൂട്ട്ലി. ഐ ഡൗട്ടഡ് ഇറ്റ്. ഡൗട്ടോ? പെട്ടെന്നൊരു ഡൗട്ട് വരാൻ കാരണം എന്താ ഡോക്ടർ പ്രഭ? 20 വർഷമായിട്ട് നിങ്ങൾ ഈ മെന്റൽ അസൈലത്തിലാ. ഐ തിങ്ക് യുവർ ഒബ്സഷൻ ഹാസ് ഡിസ്ട്രോയ്ഡ് യുവർ ഇന്റലിജൻസ്. 2005 നിങ്ങൾ രാഷ്ട്രപതിക്ക് ആദ്യമായി അയച്ച സസ്പെൻഷൻ ഓഫ് സെന്റൻസ് പെറ്റീഷൻ റിജക്റ്റ് ചെയ്തു, ശരിയല്ലേ? പിന്നെ ആദ്യത്തെ പ്രാവശ്യം അത് റിജക്റ്റായി എനിക്കറിയാം. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം ലോയർ അപ്ലൈ ചെയ്തു. അനിരുദ്ധ് സെൻ ഈസ് ഫീഡിംഗ് ഓൺ യു. നിങ്ങൾ കുറച്ച് പണം സൂക്ഷിച്ചു, അവൻ അപ്ലൈ ചെയ്യാനായി കൊടുക്കാൻ. ഹൗ ഡെയർ യു കോണ്ടാക്ട് മൈ ലോയർ? ദിസ് ഇന്റർവ്യൂ ഇസ് ഓവർ. ഔട്ട്. നിങ്ങൾ എന്താ വിചാരിച്ച് സ്ഥിരം കാണുന്ന ഡോക്ടേഴ്സിനെ പോലെയാ ഞാനും എന്നാണോ? 90. ഒരു മനുഷ്യൻ 89 കൊല ചെയ്തിട്ട് സസ്പെൻഷനും സെന്റൻസും യൂസ് ചെയ്യുക, എന്നിട്ടത് നടന്നില്ലല്ലോ. നിങ്ങൾ മുഴുവനും പോയി. യു ആർ ഫിനിഷ്ഡ് മിസ്റ്റർ സബിയ സജിപാൽ. ഇനിയുള്ള ജീവിതം മുഴുവനും പടവും വരച്ച് ഇതിനകത്ത് തന്നെ ഇരുന്നു. ചിലപ്പോൾ ഒരു ദിവസം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാനും മതി, ലൈക്ക് യുവർ ഫാദർ. ആൻഡ് യുവർ ഡ്രീം ഓഫ് നമ്പർ 90 വിൽ ഡൈ വിത്ത് യു. നിങ്ങൾ ശരിക്കും തോറ്റിരിക്കുക. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് യു വിൽ ഡൈ എ ഫെയിലിയർ. It was a pleasure talking to you, Mr. Pal. Goodbye. എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നിങ്ങളുടെ 90ാമത്തെ വിക്ടിം ഈ വരയുടെ അടുത്ത് തന്നെ ഉണ്ട്. റോങ്. എനിക്ക് വരയുടെ അപ്പുറത്തായിട്ടാ തോന്നുന്നത്.